ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് നെക്കിയേക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ പേരിലേക്ക് ഈ വീഡിയോസ് എല്ലാം പോകും. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നിപ്പോൾ ഞാനൊരു 7:15 കേട്ടോ പണിയെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മുറ്റെല്ലാം ഒന്ന് അടിച്ചരിട്ടെടുക്കലാണ്. ഈ റോഡ് മണ്ണിട്ട റോഡായതുകൊണ്ട് ഭയങ്കര പൊടിയെല്ലാം ഒന്ന് പാറൂട്ടോ. അപ്പം വെള്ളമെല്ലാം ഒന്ന് തളിച്ചിട്ട് വേണം മുറ്റെല്ലാം അടിക്കാൻ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊടി പാറലായിരിക്കും. അപ്പം വേഗം ഒന്ന് മുറ്റെല്ലാം അടിച്ചരിട്ടെടുക്കുന്നതാണ് കേട്ടോ. നേരം വൈകിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മടിച്ച് നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ പണിയെല്ലാം വേഗം തീർക്കും. അങ്ങനെ മുറ്റെല്ലാം ഒന്ന് അടിച്ചരിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യെല്ലാം ഒന്ന് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകലാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഫേസെല്ലാം ഒന്ന് കഴുകലാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയല്ലേ, ഭയങ്കര കാറ്റല്ലേ. തണുപ്പ് കാലത്തോലും ഇത്ര ഡ്രൈ ഒന്നും ആയിക്കില്ല കേട്ടോ ഫേസൊന്നും. പക്ഷേ ഇപ്പോഴത്തെ കാറ്റിനാന്ന് തോന്നുന്നത് ഭയങ്കര ഡ്രൈ ആവലാണ് ഫേസ്. അപ്പം ഫേസിൽ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഏരിയയില്ലേ, ഈ ഏരിയ ഒന്ന് കൈയോടെ തന്നെ കഴുകിയിട്ടെടുക്കലാണ്. ഇതിപ്പോൾ കഴുകിക്കണ്ടേ പിന്നെ നമുക്ക് ക്ലീനെല്ലാം ആക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് കൈയോടെ തന്നെ കഴുകി വെക്കലാണ്. ഇവിടെ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ. പക്ഷേ മോൻ എണീച്ചാലോ എന്നുള്ള പേടിയിൽ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇങ്ങനെ മുകളിലും കഴുകിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ബാത്റൂമിൽ തന്നെയാണ് കേട്ടോ കഴുകൽ. ഇനിയിപ്പം മോന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടങ്ങാറാവില്ലേ, പണിയെല്ലാം തീരാൻ ലേറ്റാവും. അതിനെക്കൊണ്ട് ഇവിടുന്നൊന്ന് കഴുകുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഫേസെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറിങ് ആണ് ഇത് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കും. എന്നിട്ട് ആവശ്യാനുസരണം ഇങ്ങനെ എടുത്ത് തേക്കും കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാൻ എത്രയോ വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്കെല്ലാം അറിയാം ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതെൻ്റെ ബാഗിൽ കാണും. അത്രയ്ക്ക് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വെയിൽ മഴ ഒന്നൊരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ആക്കാം കേട്ടോ, ഈ ഒരു ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ നാസ്ത നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കാൻ കരുതിയിട്ട് ഉപ്പേരിക്ക് ഇന്ന് വഴുതനങ്ങയാണ്. അപ്പം വഴുതനങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞിട്ടെടുക്കലാണ്. കാണുമ്പോൾ നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ അരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ പകുതിക്ക് കേട് കണ്ടത് കേട്ടോ. അപ്പോൾ ആ കേടുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞിട്ടെടുക്കലാണ്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് വെക്കലാണ് കേട്ടോ. മോനെ എണീച്ചിക്കില്ല, അപ്പോഴത്തേക്കും ഒരുവിധം പണിയെല്ലാം ആക്കണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ എനിക്കങ്ങനെ തിരക്കിട്ട് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുന്നത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ച് അങ്ങനെ ആർക്കും പോകാനും ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ജോലിയെല്ലാം ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഒരു ഇതിനെ കൊണ്ട് ഉച്ചേൻ്റെ മുന്നേ പണിയെല്ലാം തീർക്കൂട്ടാ. ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ പണിയെടുക്കാമെന്ന് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിനെക്കൊണ്ട് ഉച്ചൻ്റെ മുന്നേ വേഗം പണിയെല്ലാം തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കലാണ്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി ആക്കണം. അപ്പോൾ ഉച്ചക്കത്തെ കറി മത്തനാണ് കേട്ടോ. അതിൽ ഒരു ചെറിയൊരു മത്തനാണ്. അതിൻ്റെ പകുതി ഉച്ചക്ക് ഫുഡ് വെക്കും, പകുതി ഞാൻ അതേപോലെ ഫ്രിഡ്ജിലും വെക്കും കേട്ടോ. പിന്നെ ഞാനിപ്പം ഒരേ പാത്രം തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എല്ലാ പാത്രം ഇങ്ങനെ പെരക്കണ്ടല്ലോ കരുതിയിട്ട് അത് കഴുകിയിട്ട് ഒരു പാത്രം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, മീനും ചിക്കനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ആക്കുന്നതിന് മുന്നേ മീനെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങും, വെക്കും. ക്ലീനാക്കി കഴിഞ്ഞിട്ട് മീൻ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കൂല കേട്ടോ. പിന്നെ ക്ലീനെല്ലാം ആക്കിയിട്ട് മോന്തിക്കേ വെക്കുള്ളൂ. കാരണം എനിക്ക് കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഇങ്ങനെ കിച്ചൺ പെരങ്ങൂലേ, അതിനെക്കൊണ്ട് തീരെ ഇഷ്ടമല്ല. അതിനെക്കൊണ്ട് കിച്ചൺ ക്ലീനാക്കുന്നതിന് മുന്നേ വന്നാൽ വാങ്ങുന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഏകദേശം ഉപ്പേരിയെല്ലാം ആയിട്ടുണ്ട്. ഇതേ സമയം മത്തന് നമ്മൾ വെച്ചിന് കേട്ടോ, അടുപ്പിൽ വെച്ചിരിക്കുന്നു കേട്ടോ. ഈ ടൈമിൽ മോനെ എണീച്ചിരിക്കുന്നു, ഓനെ ഫ്രഷ് ആക്കലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. മോന്തിക്കത്തെ പിന്നെ ഓട്ടടേൻ്റെ മാവുണ്ടേനു. അപ്പം
അതന്നെ മതിയല്ലോ ഞങ്ങൾക്ക്. അപ്പം അത് വേഗം ഒന്ന് ചുട്ടിട്ടെടുക്കലാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സമയം കറി ആയിട്ടുണ്ട്, മത്തൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ വെളുത്തുള്ളിയില്ലേ, അതും കറിവേപ്പിൻ്റെ ഇലയെല്ലാം ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കലാണ് കേട്ടോ. അപ്പം കറിയും ആയിക്കുണ്ട്. ഇനിയിപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ ഞാൻ കിച്ചണ് ഒരു ദിവസം 2 പ്രാവശ്യം ക്ലീൻ ആക്കും കേട്ടോ. രാവിലെയും സോപ്പിട്ടിട്ട് കഴുകും, മോന്തിക്കും സോപ്പിട്ടിട്ട് കഴുകും. അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഒരു പൊറുതിയുടെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് ഞാൻ പാത്രമെല്ലാം കഴുകുന്നതിന് മുന്നേ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്തേക്കേനു കേട്ടോ. ചോറിന് വെള്ളം വെക്കേണ്ടിയിട്ട് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്തേക്കേനു. ഇനിയിപ്പം ഗ്യാസ് വെച്ച് ഏരിയയിലൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഞാനിത് നമ്മൾ ഹാൻഡ് വാഷ് ഇല്ല, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഇങ്ങനെ ആകുമ്പം നല്ല സ്മെല്ലായിരിക്കും, ഭയങ്കര ഒരു തിളക്കല്ലായിരിക്കും കേട്ടോ നമ്മളെ ആ ഒരു ഗ്യാസ് വെച്ച ഏരിയ. അപ്പം അതിട്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. എന്നും അതിട്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ ഇടക്കും തലക്കെല്ലാം ഇങ്ങനെ ഇടും, എന്നിട്ട് കഴുകും കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു എണ്ണ മയക്കില്ലേ, അതിൻ്റെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു ഗ്യാസ് ചേരേൻ്റെ ചുമരില്ലേ, അതും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആ ഒരു ഇത് വെച്ചിട്ടൊന്ന് ഉരച്ചിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മിക്ക വീഡിയോസിലും എൻ്റെ ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു സാധനമില്ല, അത് മാറിപ്പോകട്ടെ, എപ്പോഴും മാറിപ്പോകുന്നൊരു സംഭവമാണ്. അതേപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. സിങ്ക് എനിക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. പൈപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പം ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ഞാനിപ്പം സോപ്പും പൊടി ഉപയോഗിച്ചിട്ടാണ് സിങ്ക് കഴുകിയിട്ടുള്ളത്. ഇങ്ങനെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കഴുകും കേട്ടോ, സോപ്പും പൊടിയെല്ലാം ഇട്ടിട്ട്. അതുകൊണ്ട് എത്ര കഴുകിയിട്ടും അതിൻ്റെ ഒരു പത പോകുന്നേ ഇല്ല കേട്ടോ. കുറേ ടൈം ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടുണ്ടായി, അതിൻ്റെ ഒരു പത പോകുന്നേ ഇല്ല. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുള്ള വേസ്റ്റിൻ്റെ ടീനും അപ്പം തന്നെ വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് വെക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കിച്ചണിലെ പരിപാടി എന്ന് പറയുന്നത്. വേഗം തന്നെ കിച്ചണത്തെ പരിപാടിയെല്ലാം കഴിയും. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏരിയയെല്ലാം ഒന്ന് ആദ്യം ക്ലീനാക്കി ഇട്ടേക്കേനു കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചരി എടുക്കാനേ ഉണ്ടായിക്കുള്ളൂ. അപ്പം മോനിതാ കുറേ കടലാസും അതും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് അടിച്ചരിയിട്ട് എടുക്കലാണ്. ഞാൻ അടിച്ചു വരുമ്പം മോനും ഉണ്ട്, ഓൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം ഓൻ വേഗം വന്നിട്ട് സോഫയിൽ ഇരിക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഹാളിൽ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു കമ്പിയില്ലേ, അത് എനിക്ക് ഡെയിലി തുടക്കണം കേട്ടോ. അത് നമ്മളിങ്ങനെ മേലേക്ക് കയറുമ്പം മക്കളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പിടിച്ച് കളിക്കില്ല. അപ്പം അതിൻ്റെ കൈൻ്റെ പാട് അതേപോലെ തന്നെ ആടെ ഉണ്ടാവും. അതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ജാതിയാണ് കേട്ടോ. അതിനെക്കൊണ്ട് ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഞാൻ ഇതേപോലെ എന്നും തുടച്ചെടുക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ കൈൻ്റെ പാട് അങ്ങനെ തന്നെ ആടെ കാണേ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏരിയയും കൂടി വേഗം ഒന്ന് അടിച്ചരിട്ടെടുക്കലാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് വേസ്റ്റും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം കാണുന്ന കടലാസെല്ലാം ഓൻ്റെ സൈക്കിളിൻ്റെ ആണ് കേട്ടോ. സൈക്കിളിൻ്റെ കടലാസെല്ലാം പറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചെല്ലാം വാരി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കലാണ് കേട്ടോ. തുടക്കാതെ നിൽക്കുകയില്ല. എന്നും ഇതേപോലെ ഒരു വട്ടെങ്കിലും ജസ്റ്റ് അത് ഈ മോപ്പ് വെച്ചിട്ടൊന്ന് വലിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒരു ജാതിയാണ്. ഇനിയിപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതിനുകൊണ്ട് ഈ ഒരു ഏരിയ ഞാൻ വേഗം ഒന്ന് തുടച്ചിട്ടെടുക്കലാണ്. കിച്ചണിലുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിച്ചും വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറക്കുന്നതിന് മുന്നേ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഫുള്ള് അൽക്കുലത്തായിന് കേട്ടോ. ഞാൻ റെഡിയാക്കി വെക്കും. മോന് സ്പൂണെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളിക്കുന്നതും കൊണ്ട് ഒന്ന് സ്പൂണ് തപ്പുന്നതും കൊണ്ട് ഫുള്ള് അൽക്കുലത്താക്കി ഇടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പാത്രം ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്നതാണെങ്കിലും ചെറിയ എന്തോ ഒരു പാടെല്ലാം ഇങ്ങനെ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ എഴുതിയിട്ട് ഇനിയിപ്പം അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. അതിലുള്ള എല്ലാ സാധനവും ഒഴിവാക്കിയിട്ട് ഇതേപോലെ കമ്പിച്ചേരിയിൽ കുറച്ച് സോപ്പാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ചെറിയൊരു കറിയെല്ലാം പിടിച്ച പോലെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കമ്പിച്ചേരിയിൽ ഇങ്ങനെ ഇങ്ങനെ ഉരച്ചിട്ടെടുക്കലാണ്.
പിന്നെ ഓനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സ്പൂൺ എടുക്കുന്നതും കൊണ്ട് അത് വലിക്കും, സ്പൂൺ എടുക്കും, ആ സ്പൂൺ ഇടയിൽ കൊണ്ടുപോയി ചാടും, അടുത്തതെടുക്കും, അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അടിച്ചു വരുമ്പോൾ എനിക്ക് ഓരോരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ സ്പൂണെല്ലാം കിട്ടിയിട്ട് ഞാൻ പിന്നെയും കഴുകിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇടലാണ് കേട്ടോ. അവനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഇനി ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനക്ക് സുഖമായില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഈ ഒരു സോപ്പെല്ലാം ഒന്ന് തുടച്ചിട്ടെടുക്കലാണേ. പിന്നെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചിട്ടെടുക്കും കേട്ടോ. പിന്നെ അധികം ഓവറായിട്ട് തുണി നനച്ചിക്കില്ല, നല്ല നനവുമില്ല എന്നാൽ നല്ല ഡ്രൈയും അല്ല, ആ ഒരു രീതിക്കാണ് കേട്ടോ. അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. എടുത്ത സാധനം എടുത്തോട്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് വെക്കലാണ്. പക്ഷെ ഞാനിത് എത്ര വെച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാവില്ല എന്ന് അറിയാം കേട്ടോ. അതിനെക്കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഓർഡറാക്കി വെക്കുന്നതെന്ന് മാത്രം. ഇതിലിപ്പം അത്യാവശ്യം ഉപയോഗിക്കുന്ന കയ്യിലും സ്പൂണ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ എന്താ ഇതിനിപ്പോൾ പറയുക, തട്ടിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുന്നേ. അതിനെക്കൊണ്ട് ഇപ്പം അത്യാവശ്യം എടുക്കേണ്ട മാത്രമേ ഇതിലുള്ളൂ. ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കും. ഡീപ്പ് ക്ലീനിങ്ങിന് കാത്തിക്കലില്ല കേട്ടോ. കാരണം കാത്തു നിൽക്കുമ്പോഴത്തേക്കും ഇത് അങ്ങ് എത്തും. അതിനെക്കൊണ്ട് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി എടുക്കും. ഇതിങ്ങനെ അലങ്കോലമായി കിടക്കുന്ന കാണുമ്പം ഒന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു മൂഡലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണും കൂടി ഒന്ന് തുടക്കാനുണ്ട്. ബാക്കിയുള്ള ഏരിയ ഫുള്ളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുക്കളയെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഇതാ ഈ ഒരു ചൂലില്ലേ അതും ഈ ഒരു അടിച്ചുവാരിയും അകത്ത് നടന്ന ചെരുപ്പെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചൂല് പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെ ആയതുകൊണ്ട് നമുക്കിത് എത്ര വേണമെങ്കിലും കഴുകിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒന്നും ആവില്ല. ഞാൻ ഡെയിലി കഴുകിയിട്ട് ഉപയോഗിക്കുന്നൊരു ചൂലാണ്. അപ്പം അതേപോലെ തന്നെ അടിച്ചാരിയും എന്നും ഡെയിലി കഴുകും. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഏരിയയില്ലേ അതും സോപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.